വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച അറിവിന്റെ ലോകത്തിലേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. കള്ളിമാലി ദേവി ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകളാണ് വിദ്യാരംഭം കുറിച്ചത്. മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ വിദ്യാരംഭത്തിനും ഇവിടെ സൗകര്യമൊരുക്കിയിരുന്നു. വിജയദശമി ദിനം വിദ്യാഭ്യാസത്തിന് ശുഭകരമായ ദിനമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ വിദ്യയുടെ ദേവതയായ സരസ്വതിയെ ആരാധിക്കുന്നു. നവരാത്രിയുടെ അവസാന ദിനമായ വിജയദശമി ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ആരംഭത്തിന് ഏറ്റവും മികച്ച സമയമാണ്. ഈ ദിനത്തിൽ വിദ്യാരംഭം കുറിക്കുന്നത് വിജയകരവും ജ്ഞാനപ്രദവുമാകുമെന്നാണ് വിശ്വാസം. സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയും ജ്ഞാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വിദ്യാരംഭത്തിന്റെ ഭാഗമായി കള്ളിമാലി ദേവി ക്ഷേത്രത്തിൽ 200ഓളം കുരുന്നുകളാണ് വിദ്യാരംഭം കുറിച്ചത്. വിജയദശമിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും നടന്നു. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പുരാതന കാലം മുതൽ തന്നെ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് വിദ്യ അഭ്യസിക്കുന്ന നാവിന്മേൽ ഹരിശ്രീ കുറിക്കുന്ന ദിനമാണിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഭാവി കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട പ്രചോദനം നൽകുന്ന നമ്മുടെ ഈ സന്നിധാനം ഈ ദിവസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വർഷം കൂടുന്തോറും ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുവന്ന് എഴുതിക്കുന്ന തിരക്ക് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. വിജയദശമി ദിനത്തിൽ ഉപകരണങ്ങളും ആയുധങ്ങളും പൂജിക്കുന്ന പതിവുമുണ്ട്. ആയുധങ്ങളും ഉപകരണങ്ങളും കൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് ഇവയുടെ ഉപയോഗത്തിൽ വിജയവും സുരക്ഷയും ലഭിക്കാൻ ആയുധ പൂജകൾ സഹായിക്കുമെന്നാണ് വിശ്വാസം. കള്ളിമാലി ദേവി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി ശിവപ്രസാദ് എംബ്രാന്തി, നീലകണ്ഠൻ എംബ്രാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ നായർ, പ്രസിഡന്റ് ഷാജി, ഖജാൻജി മോഹനൻ, വൈസ് പ്രസിഡന്റ് അജയൻ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്.